നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പിന്നിൽ കാണുന്നത് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ. ആ ഒരു ഭക്തിഗാനത്തിൽ ഒരു അമ്മ ലയിച്ച്, ആ ഒരു ഭക്തിയിൽ ലയിച്ച് അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു സീൻ. സത്യത്തിൽ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആരുടെയും കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. അത്രയും ഭക്തി സാന്ദ്രമായ ഒരു ഗാനമാണ് ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ശ്രീ യേശുദാസിന്റെ കച്ചേരി, MG ശ്രീകുമാറിന്റെ കച്ചേരി, MG രാധാകൃഷ്ണന്റെ കച്ചേരി, ഇതൊക്കെയായിരുന്നു അമ്പലങ്ങളിൽ ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം കൊണ്ടുവന്നത്. ഇപ്പോൾ ഹിന്ദു അമ്പലങ്ങളിൽ നിന്ന് ഭക്തി ഗാനങ്ങളെല്ലാം, അതായത് ഭക്തി ഗാനമേളയെല്ലാം വിട്ടുപോയി ഇപ്പോൾ തിരുവാതിരക്കളി ഏറ്റെടുത്തിരിക്കുന്ന സമയമായിരുന്നു. ഏത് അമ്പലം നോക്കി കഴിഞ്ഞാലും തിരുവാതിരക്കളിയാണ്. എന്നാൽ ആ ഒരു തിരുവാതിരക്കളിയെ മാറ്റി വീണ്ടും ഭക്തി ഗാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇപ്പൊ അമ്പലങ്ങളിലെല്ലാം സിനിമാ പാട്ടുകളാണ് ഗാനമേള. അതായത് അവർ പാടുന്ന എന്താണെന്ന് പോലും നമുക്ക് തിരിയാത്ത രീതിയിൽ ഒരുപാട് സ്പീക്കർ വെച്ച് ഒരുപാട് സൗണ്ടും ഒക്കെ കൊടുത്ത് ഒരു വരി പോലും തിരിയാത്ത രീതിയിലാണ് അവരുടെ ഗാനമേള. എന്നാൽ ഈ ഒരു ഭജൻസിന്റെ പാട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പാടുന്നു. ചെറിയ ഒരു മ്യൂസിക്, വളരെ ശാന്തമായ മ്യൂസിക്, എല്ലാ വരികളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഒരു വരി പോലും മനസ്സിലാകാത്ത രീതിയിൽ. അതാണ് അവരുടെ ഒരു വിജയം. എല്ലാ വരിയും നമുക്ക് മനസ്സിലാകുന്നു, നമ്മളത് ഏറ്റുപാടുന്നു. ഇപ്പൊ എല്ലാവരുടെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാലും ഈ ഭജൻസിന്റെ വീഡിയോസാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. യേശുദാസ് പാടുന്നു രാധതൻ പ്രേമത്തോടാണോ, അത് ഈ ഭജൻസും അത് പാടുന്നു. രണ്ടും എത്ര മനോഹരമാണ്. അറിയാതെ നമ്മൾ അതിലേക്ക് ലയിച്ചു പോകുന്നു. ഈ അമ്മയുടെ പോലെ പലരും അതിലേക്ക് ലയിച്ചു പോകുന്നു. ഈ അമ്മ മാത്രമല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ മുതൽ എല്ലാവരും അവരുടെ ഭജൻസിന്, ആ ഒരു ഗാനത്തിന്, അവരുടെ ഒരു സംഗീതത്തിന് എല്ലാവരും ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ആ ഒരു മ്യൂസിക്, ആ ഒരു സൗണ്ട്, ആ ഒരു സ്ലോയില് പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. ഇപ്പോഴത്തെ ഡ്രംസ് കൊട്ടിയിട്ടുള്ള ശബ്ദങ്ങളോ, ചെവിക്ക് പോലും സുഖം തരുന്ന സംഗീതം. മറ്റുള്ള സംഗീതം ഇപ്പൊ ഗാനമേള എല്ലാം ചെവിക്കെല്ലാം ഒരു അസ്വസ്ഥത, ആ ഒരു സൗണ്ട്, ആ ഒരു അവരുടെ ഒരു ചാട്ടം, അത് മാത്രമാണ് അതിലുള്ളത്. പക്ഷെ ഈ ഒരു ഭക്തിഗാനമെല്ലാം നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തിയ ഫീൽ, അല്ലെങ്കിൽ അവർ ശബരിമലയെ പറ്റി പാടുകയാണെങ്കിൽ ശബരിമലയിൽ അയ്യപ്പനെ കണ്ട ഒരു ഫീൽ, ഒരു വല്ലാത്തൊരു ഫീലാണ്. നിങ്ങൾ അവരുടെ ഗാനം ഒന്ന് കണ്ണടച്ച് കേട്ട് നോക്കൂ, അറിയാതെ നമ്മളത് ലയിച്ചു പോകും. ഒരുപാട് നന്ദി. ഇങ്ങനത്തെ ഒരു സംഗീതം വീണ്ടും തിരിച്ചു കൊണ്ടതിന്, മനസ്സിന് ഒരു സുഖം തരുന്നതിന് നന്ദി. നന്ദഗോവിന്ദം ഭജൻസ്.